ഈ സിനിമ കാണാൻ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതിൻ്റെ തുടക്കം സർട്ടിഫിക്കറ്റ് മുതലേ കാണുക. കാരണം കഥയിൽ ഭയങ്കര സാധനം ഉണ്ടെന്നല്ല, ഈ തുടക്കത്തിൽ നന്ദി കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചില കാര്യങ്ങൾ ചില സിനിമയിൽ കാണിക്കാറുണ്ട്. അങ്ങനെ കാണിക്കണതിൽ ഒരു ഏറ്റ കോമഡി കിടപ്പുണ്ട് ഇതിനകത്ത്. അത് കണ്ട ഒരു 30 സെക്കൻഡ് ചിരിച്ച്. എന്താണെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ പ്രതീക്ഷിക്കാതെ കാണുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ഇത് കിട്ടുള്ളൂ. അപ്പം ഞാൻ ഇത്രയേ ഉള്ളൂ, തുടക്കം മുതലേ കാണുക. ഷാജി പാപ്പനും കൂട്ടനും വരികയാണ്. നമുക്ക് മലയാളിക്ക് ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ ഷാജി പാപ്പനും, പഴയ സിനിമയിലെ നമ്മുടെ കൾട്ട് കഥാപാത്രങ്ങളെ പോലെ നെഞ്ചേറ്റിയ കഥാപാത്രങ്ങളാണ് ഷാജി പാപ്പാനും അറക്കൽ അബുവും ഡൂഡും ഒക്കെ, സർബത്ത് ഷമീർ. അപ്പോൾ അവരെ സ്ക്രീനിൽ കാണുന്നത് നമുക്കിഷ്ടമാണ്. ആ ഇഷ്ടം മുതലെടുത്ത് ഈ സിനിമയിൽ അവരെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ ഇവരെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ ഇവരിപ്പോൾ എന്താണ് ചെയ്യുന്നത്, ആ സമയത്ത് കൊടുക്കുന്ന മ്യൂസിക്, അതൊക്കെ കാണാൻ നമ്മൾ കാത്തിരിക്കുന്നില്ല. അത് നല്ല രസമായിട്ട് അതിൽ അവരുടേതായിട്ടുള്ള പ്രത്യേകതകളുണ്ടല്ലോ. അവരുടെ കൗണ്ടർ കോമഡിയുടെ ചാകരയാണ് പടത്തിൽ തുടക്കത്തിൽ. കുറേ കാലത്തിന് ശേഷം മലയാളത്തിൽ അങ്ങനെ കൗണ്ടർ കോമഡി അധികം, കാരണം പകുതിയെ വർക്കാവുള്ളൂ, പകുതി ചീറ്റിപ്പോവും എന്നുള്ള അവസ്ഥയാണ്. അതും ഇനി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മറ്റേത് അതൊക്കെ ഉണ്ട്, ബോഡി ഷേമിങ്, ഇതൊക്കെ വരാത്ത രീതിയിൽ കൗണ്ടർ പറയണമെന്നുള്ളത് ഒരു ടാസ്ക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ അധികം അങ്ങനെ ആരും റിസ്ക് എടുക്കാറില്ല. എല്ലാവരും ഡാർക്ക് കോമഡി പരിപാടിയൊക്കെയാണ് ഇപ്പം കോമഡിയിൽ കാണിച്ചുകൊണ്ട് പോകുന്നത്. അതും പലതും തിയേറ്ററിൽ വർക്കാവും, OTT വരുമ്പോഴേക്കും തലകുത്തരം പോകും. എനിക്കും പ്രകമ്പനം തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടമാണ്, ഭയങ്കര എൻജോയ് ചെയ്യണം. പക്ഷേ OTT വന്നിട്ട് എനിക്ക് കഴിഞ്ഞ് എന്നുള്ള സെറ്റപ്പായിരുന്നു. അതാണ് ഇപ്പോഴത്തെ കോമഡി പടങ്ങളുടെ അവസ്ഥ. അപ്പോൾ ഈ സിനിമ ഈ സാധനം ഒരു ടാസ്ക്കാണ്. അത് മിഥുൻ മാനുവൽ ഒരു ചലഞ്ച് പോലെ എടുത്ത് തുടക്കത്തിൽ ഒരുപാട് കൗണ്ടർ കണ്ടിന്യൂ സാധനമുണ്ട്. നമ്മൾ ചിരിച്ച് മറിഞ്ഞ് അയ്യോ നടുവുളുക്കുന്ന സാധനമൊന്നുമില്ല. കൗണ്ടർ കോമഡി ആയിട്ട് നമുക്ക് ഇങ്ങനെ ചിരി വരും. അങ്ങനത്തെ കോമഡികളുണ്ട്. അതിൽ തുടക്കത്തിൽ ഒരു 10 കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ചീറ്റിപ്പോവും, 7 വർക്കാവും. ചിലപ്പോൾ ഈ ചീറ്റി പോകണത് വേറെ ആർക്കെങ്കിലും വർക്കാവാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ കോമഡികളാണ് ഇവരെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത്. അതിൽ ക്യാപ്റ്റൻ ക്ലീറ്റസ് കിടുമായിരുന്നു, തുടക്കം മുതൽ സ്കോർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ സണ്ണി വെയിനെ കുറിച്ച് പറയാം. ഇങ്ങനെ കുറേ പേര്, പക്ഷേ ബാക്കി കുറേ പേര് ഫുക്രുവിനൊക്കെ മറ്റേ ഇവനെ പകരം എടുത്തിട്ടിങ്ങനെയാണ്. ഫുക്രുവിൻ്റെ മറ്റേ അനിയനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഗൾഫിൽ പോയി ഫുക്രുവിനൊന്നും ഒരു ഡയലോഗ് കണ്ട് ചിരിപ്പിച്ചിട്ടുണ്ട്, അല്ലാതെ വെറുതെ. പിന്നെ ബാക്കി കുറേ മറ്റേ നമ്മളെ രാജബീദേവിൻ്റെ അങ്ങനെ കുറേ പേര് വെറുതെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു സ്പേസ് സാധനം കൊടുത്തിട്ടുണ്ട്. അതിൽ അറക്കൽ അബുവിൻ്റെ ഒന്നും തീരെ അങ്ങോട്ട് വർക്കൗട്ട് ആയതായിട്ട് എനിക്ക് തോന്നിയില്ല. കുറേ കൗണ്ടറൊന്നും ഏറ്റില്ല അറക്കൽ അബുവിൻ്റെ. ക്യാപ്റ്റൻ ക്ലീറ്റസ് കൊള്ളായിരുന്നു. സർബത്ത് ഷമീറിൻ്റെ 1-2 കൗണ്ടർ രസമുണ്ടായിരുന്നു. ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഇത്രയും പേരെ കാണിച്ചാൽ പോരാ, ഇവർക്ക് ഇത് കുറേ പേരെ നമുക്ക് കാണിക്കാനുണ്ട്, അവരെ പരിചയപ്പെടുത്താനുണ്ട്, അപ്പോൾ ബിൽഡപ്പ് കൊടുക്കാനുണ്ട്. ഇതേപോലെ വേറൊരു ടൈം ലൈനിലും ഇതേ ആൾക്കാരെ കൊണ്ടിട്ടിട്ടുണ്ട്. പക്ഷേ ഇവരെല്ലാവരും സ്വഭാവത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, മണ്ടന്മാരാണ്. വേറൊരു കാലഘട്ടത്തിൽ ഇവർ ജീവിക്കുന്നു. ഷാജി പാപ്പൻ രാജാവാണ് അവിടെ, ഒരു ദാരിദ്ര്യം പിടിച്ച ഒരു രാജ്യത്തിലെ ഒരു ഊടായ്പ് ഇതുപോലത്തെ ഒരു അവസ്ഥ തന്നെ, കഞ്ഞിയും ആമ്പലുമായിട്ടുള്ളൊരവസ്ഥയാണ് അങ്ങനത്തെ ഒരു രാജാവ്. അപ്പം അവരെയും പരിചയപ്പെടുത്തണം, അവരെ പ്രത്യേകതകൾ കാണിക്കണം. അങ്ങനെ കുറേ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് സമയം അത്രയും ഭയങ്കര കിടുവായിരുന്നു, ഭയങ്കര ഫാസ്റ്റായിട്ട് നല്ല കോമഡി ആയിട്ട് പോയിട്ടുണ്ട്. നല്ല ബഡ്ജറ്റ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു പടത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ മാക്സിമം നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം വിജയ് ബാബു ഇതിൽ ഇറക്കിയിട്ടുണ്ട്. അതിൽ സ്കോറായാലും അവർക്ക് വേറെ പ്രത്യേക സ്കോറുകളുണ്ട്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സാധനങ്ങൾ പാപ്പൻ സാധനമല്ല, ചെറിയ വ്യത്യാസമുള്ള അറക്കിയ ബാബുവിനൊക്കെ പടത്തല എന്നുകൊണ്ട് വേറെ സാധനമുണ്ട്. അവിടെ തന്നെ ഈ ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പോൾ അവരെ പരിചയപ്പെടുത്തിയെടുക്കുന്ന സമയത്തൊക്കെ നല്ല കോമഡി ആയിരുന്നു. ഇനി അവരെ പരിചയപ്പെടുത്തി കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പോകണമല്ലോ. അവിടെ ഒരു 2 ടൈം ലൈൻ, ഒരു പാലം ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെന്ന് പറയും പോലെ ഒരു പാലമുണ്ട്. ഈ പാലത്തിൻ്റെ കേസ് വരുന്ന സമയത്ത് പടം ഇത്തിരി വലിഞ്ഞു പോയി. പടം ഇത്തിരി എന്നല്ല, പടം പിന്നെ ഒരുപാട് സമയം എനിക്ക് നല്ല ലാഗ് അടിച്ച്. ഇവർ 4 മണിക്കൂറുള്ള സിനിമ എങ്ങാണ്ടോ 2.25 മണിക്കൂറാക്കിയെന്നാണ് പറഞ്ഞത്. 1.5 മണിക്കൂറിൽ കൂടുതലുണ്ട് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ്. തുടക്കം ഓക്കെ, കുറേ നേരം ചിരിക്കാനൊക്കെ ഉണ്ട്, സംഭവമുണ്ട്. പക്ഷേ പിന്നെ അങ്ങോട്ട് ഇൻ്റർവെല്ലിനോട് പോകെ ഇത് കുറച്ച് വലിഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്ത്. ഈ ഫസ്റ്റ് ഹാഫ് ഇത്രയും ലെങ്ത് വേണ്ടായിരുന്നു തോന്നി. അങ്ങനെ ഇവർ ഈ 4 മണിക്കൂറിനെ 3 മണിക്കൂറാക്കിയപ്പം കുറച്ചുകൂടി കട്ട് ചെയ്ത് കളയായിരുന്നു തോന്നി. കുറേ കോമഡി അനാവശ്യമായിരുന്നു, കുറേ സീനുകളൊക്കെ എടുത്ത് കട്ട് ചെയ്ത് കളയായിരുന്നു. ഇപ്പോൾ ഒരു നമ്മുടെ കൈപ്പുഴ കുഞ്ഞച്ചൻ്റെ ഒരു സാധനം ഒരു യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അത് സിനിമയിലില്ല. അത് പക്ഷേ ഒരു കാര്യമില്ലാത്ത വലിയ സംഭവമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ കുറേ സീനുകൾ ഇനിയും കട്ട് ചെയ്യാനുള്ളതായിട്ട് എനിക്ക് തോന്നി. ഇതിങ്ങനെ പോകുന്നു. അവിടെ ഈ മറ്റേ പഴയ കാലഘട്ടത്തിൽ സാത്താൻ സേവിയറിൻ്റെ ഒരു കഥാപാത്രമുണ്ട്. അയാൾ ഇംഗ്ലീഷ് എൻ്റെ പോലെ അത് ബാലയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. എൻ്റെ പോലെ ചിരിച്ചത്ത് ഇടയ്ക്ക് പൊട്ടിക്കണ ആറ്റം കോമഡി ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ച ചിരി പൊട്ടിക്കാവുന്ന കൗണ്ടറുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയത്തിനെ കളിയാക്കുന്ന ഒന്നിൽ നീ ഇത് ചെയ്യണമെങ്കിൽ മുഖ്യമന്ത്രി ആവണം, അല്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ ഉള്ള ഇത് ടെൻഡർ ഇടാതെ കാര്യം നടത്തണമെങ്കിൽ നീ മുഖ്യമന്ത്രി ആവേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സർക്കാസ്റ്റിക് ലൈനും കൂടി പോകുന്നുണ്ട്.
ഇത് കഴിഞ്ഞ് ഈ 2 ടൈം ഇതെന്ന് പറഞ്ഞാൽ ഒരാൾ അങ്ങ് പോയി ട്രാവൽ ചെയ്യണം ഇങ്ങനെ അങ്ങനത്തെ പരിപാടികളല്ല. 2 ടൈം ലൈനിൽ കുറേ കഥാപാത്രങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അതിൽ ഏകദേശം കണക്ഷൻ ഉണ്ട്. അതിന് പിന്നെ കുറച്ച് ഫാൻറ്റസി എലമെൻറ്റ്, വേറെ കുറേ കഥാപാത്രങ്ങൾ, അതൊന്നും ഞാൻ പറയുന്നില്ല. പുറത്തുനിന്ന് വരുന്നു, അവരുടെ ഇൻവോൾവ്മെൻറ്റ്, ഇതിലെന്തോ സംഭവം ഉണ്ട്, അതുകൊണ്ടുള്ള യൂസ് എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിപ്പുണ്ട്. ഇതിൽ കുറേ പേർക്ക് ഡബിൾ റോളാണ്, ചിലർക്ക് ട്രിപ്പിൾ റോൾ വരെ ഉണ്ട്. അങ്ങനെ പോവുകയാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫ് തുടങ്ങി ഇത് അങ്ങോട്ട് എത്തണില്ല. ഇതിങ്ങനെ കുറച്ച് ലാഗ്, പടം ഒന്നും കയറുന്നില്ല, വലിയ ചിരിച്ചു മറിയാനുള്ള കോമഡികളും ഇല്ല. എൻ്റെ ഇടയ്ക്ക് കുറേ പാട്ടും കുത്തിക്കയറ്റി, കുറേ പാട്ടല്ല ഒരു പാട്ട് കുത്തിക്കയറ്റി ഇതിങ്ങനെ പോവുകയാണ്. പിന്നെ പറഞ്ഞ കോമഡി ഒന്നും എനിക്ക് അങ്ങോട്ട് വർക്കൗട്ടായില്ല. പിന്നെ നമ്മളെ ഡ്യൂഡായിട്ട് വരും. ഡ്യൂഡിനെ പല രീതിയിൽ കാണിക്കും. ഡ്യൂഡായിട്ട് വരുന്നത് കാണുമ്പോഴല്ലേ നമുക്കൊരു ഹൈ വരുന്നത്. അവിടെ അണ്ണൻ കലക്കി കളഞ്ഞ് പിന്നെ ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ പടം വീണ്ടും ഓണായി. ലാസ്റ്റ് പോകുമ്പം പ്രതീക്ഷിക്കാത്ത കുറച്ച് ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ അടുത്ത സിനിമയ്ക്കുള്ള സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു രസമായിട്ടുള്ള കാര്യമായിട്ട് തോന്നി. അതിലെ CGയും കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. അവസാനത്തെ പോർഷനും കൊള്ളായിരുന്നു. അങ്ങനെ ഓവറാൾ നോക്കുമ്പം തരക്കേടില്ലാത്തൊരു സിനിമ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഭയങ്കര നമ്മൾ കുത്തിച്ചോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. കുറേ ചിരിക്കാനുണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെ കാണുമ്പോൾ ഒരു രസമുണ്ടല്ലോ, ഇവരെ മണ്ടത്തരങ്ങൾ അതൊക്കെ തന്നെ. പക്ഷേ പിന്നെ കുറേ സീനുകൾ പഴയ സിനിമകളിലുള്ള സാധനം അതുപോലെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സിറ്റുവേഷൻസ് ഉണ്ടാക്കി വെച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്ത്. എസ്പെഷ്യലി ശൃംഖലയൊക്കെ സംഭവം, അജു വർഗീസിൻ്റെ സംഭവങ്ങളൊക്കെ എന്തിനാണത് ഒരു തമാശയൊന്നും നമ്മുടെ വർക്കൗട്ടായില്ല. എനിക്ക് വർക്കൗട്ടായില്ല. അതുപോലെ കുറേ പേർക്ക് ഒന്നും ഈ സൈജു ഗ്രൂപ്പൊക്കെ ഉണ്ട് കാണിക്കുന്നുണ്ടെങ്കിലും ആ ക്യാരക്ടറിന് ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ഇൻട്രൊഡക്ഷൻ നന്നായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ഭഗത് മാനുവലൊക്കെ ഭഗത് മാനുവൽ ചുമ്മാ സൈഡിൽ കുറേ കഥാപാത്രങ്ങൾ ഈ ഫ്രെയിം നിറച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ പേര്. രഞ്ജി പണിക്കറുള്ള സീനുള്ളായിരുന്നു. സേതുലക്ഷ്മി അടിപൊളിയായിരുന്നു. സേതുലക്ഷ്മിയുടെ കോമഡികളുണ്ടായിരുന്നു. പിന്നെ ബിജുക്കുട്ടൻ, ആ ടീമുകളുണ്ടല്ലോ, അവരൊക്കെ അവിടെ കിടപ്പുണ്ട്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യല്ലോ, 1-2 കൗണ്ടർ പറഞ്ഞു പോവുക. പിന്നെ നമ്മൾ വെട്ടിയാർജി എന്ന സിനിമയ്ക്കകത്തിട്ടില്ല കേട്ടോ, മറ്റേ ഇതിൽ കാണിച്ചിട്ടങ്ങ് പോയതുള്ളൂ. സിനിമയ്ക്കകത്ത് ഞാൻ കണ്ടില്ല. വിനീത് തട്ടിലും പടത്തിനകത്തില്ല. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ. ടെക്നിക്കലിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. MR രാജൻ്റെ സൗണ്ട് മിക്സ്, സൗണ്ട് ഡിസൈനും സ്കോർ ചെയ്തിരിക്കുന്ന ആളുടെ സ്കോർ ഡോൺ വിൻസെൻറ്റിൻ്റെ അടിപൊളി. അതുപോലെ തീം നമ്മുടെ ഷാൻ റഹ്മാൻ്റെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതൊക്കെ രസമായിരുന്നു. മറ്റേ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, ആ പാട്ടിൻ്റെ ട്രെയിലറിൽ കാണിച്ച ഇശക്കുമല്ല ആ ഭാഷ മാത്രം കൊള്ളാം, ബാക്കിയൊക്കെ കണക്കായിരുന്നു. കോസ്റ്റ്യൂം ഡിസൈനർ എടുത്ത് പറയണം, സ്റ്റെഫി സേവിയർ, മേക്കപ്പ് റോണക് സേവിയർ, രണ്ടും ഗംഭീര വർക്കായിരുന്നു. സൗണ്ട് ഡിസൈൻ കിഷൻ മോഹൻ, പ്രൊഡക്ഷൻ ഡിസൈനർ അനീഷ് നാടോടി ഒക്കെ നല്ല വർക്കാണ്. ടെക്നിക്കലി മികച്ചിരിക്കുന്ന, ഒരുപാട് പൈസ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കെന്തായാലും ഷാജി പാപ്പാനെയും ടീമിനെയും നമുക്കിഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് ഈ സിനിമ പോയി കാണാം. മോശം സിനിമ ഒന്നുമല്ല. ഇവരെ നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്താലും ചിലപ്പോൾ നമ്മൾ ചിരിക്കാനായിട്ട് പ്രിപ്പയർ ആയിട്ടിരിക്കും. ചിലപ്പോൾ ഇവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി പൊട്ടുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊന്നും അവർക്കൊക്കെ ഉള്ള ഒരു സാധനങ്ങൾ പടത്തിനകത്തുണ്ട്. പക്ഷേ ലെങ്ത് കുറയ്ക്കാമായിരുന്നു. മെയിൻ പ്രശ്നമാണ് ഇത്രയും ലെങ്ത് വേണ്ട ഈ പടത്തിന്. 2-2.25 മണിക്കൂർ ഒതുക്കി. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലെങ്തായിപ്പോയി. ഞാൻ ഇപ്പോൾ ഇൻ്റർവെൽ ആവോടെ നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അതാണ് ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. ഇനി അടുത്ത ഭാഗം പറഞ്ഞുണ്ട്, അതിലേക്കുള്ള സെറ്റപ്പ് അടിപൊളിയാണ്. ഇനി അത് ഗംഭീരമായിട്ട് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ സിനിമ നിർത്തിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ആട് 3 പോയി കാണുക. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.